എന്താ മോനെ പറ്റി എന്റെ കുട്ടിക്ക്? ഇവിടെ വന്ന എന്താ കുട്ടി എന്റെ പ്രശ്നം? ഇതുവരെ അല്ലാത്ത പ്രശ്നം എന്താ പ്രശ്നം? ഞാൻ ഐഫോൺ ആയി തരാൻ പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഐഫോൺ ഇച്ചു മാത്രല്ല. അനക്കൊരു ഐഫോണിന്റെ കുറവല്ലേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. അല്ലാതെ അനക്ക് ഇവിടെ എന്താ തിന്നാൻ കുറവുണ്ടോ? ഈ വയസ്സന്മാർക്ക് എന്താ അറിയാം? ഐഫോണിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? ഒരു ഐഫോണിന്റെ എത്രയാന്നറിയോ? 1.5 ലക്ഷം റുപ്യ വരും. ആ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ലോൺ അടക്കാം. അനക്കറിയോ? ഇത് സൽമാന്റെ കൂടെ അല്ലേ? അതെ, ഞാന് സൽമാനെ പഠിച്ചിരിക്കണ മാഷാണ്. എന്താ കുട്ടി ഉദ്ദേശിച്ചത്? ഞാന് ഓനെ പറ്റി ഒരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നേ. എന്താ നമുക്ക് അകത്ത് സംസാരിക്കാം. ഞാൻ വന്നത് നമ്മളെ സൽമാനെ പറ്റി പറഞ്ഞു. എന്താ സൽമാന്റെ ബാഗിന്ന് കുറച്ച് ലഹരി പദാർത്ഥം കിട്ടിയിട്ട് അപ്പൊ അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം എടുക്കാന്നുള്ള ലെവലിലാണ് ഞാൻ വന്നത്. എടാ സൽമാനെ, അന്റെ സ്കൂൾ മാസ് ഇവിടെ വന്നു. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ആർക്കറിയോ? ഇത് ലഹരി ഉപയോഗിക്കണ്ടെന്ന്. ഞാൻ അന്നെ അങ്ങനെയാണ് വളർത്തിയത്. എടാ അനക്ക് കഷ്ടപ്പാട് അറിയണമെങ്കിലേ ഈ ചൂടത്തിറങ്ങി ഒന്ന് പണിയെടുത്ത് നോക്കടാ. അപ്പൊ അനക്കറിയാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. ഞങ്ങളെ പോലത്തെ ഒരുപാട് രക്ഷിതാക്കളുണ്ട് അന്നെ പോലത്തെ കുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട് ഈ കോലത്തിലെത്തിക്കും. എന്നിട്ട് ഇജ്ജ് കാട്ടുന്നതോ? മയക്കുമരുന്ന് ലഹരിയിൽ പതിയിരിക്കുന്ന അപകടം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം അത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന മാരക വിപത്താണ്. ഒരുമയിൽ ഒതുങ്ങാത്ത ഒരു വിപത്തുമില്ല. മയക്കുമരുന്നിനെതിരെയും അത് പ്രചരിപ്പിക്കുന്ന ലോബികളെയും ഊച്ചുവിലങ്ങിടാൻ നമുക്ക് ഒരുമിക്കാം.